ചെടി നമുക്ക് ലെന്റാന കമാറ എന്ന ഒരു ചെടിയാണ്. നമ്മുടെ വെർബനേഷ്യ ഫാമിലി പെട്ട നമ്മുടെ കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ചെടിയാണ് ലെന്റാന കമാറ. ഈ ലെന്റാന സ്പീഷീസിലെ വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണിത്. ഡോർഫായിട്ട് വളരുന്ന, അധികം പൊക്കം വെക്കാത്ത, എന്നാൽ ബുഷി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. നമ്മൾ ലെന്റാനയുടെ ഇലകൾ നമുക്ക് നിമിറ്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിമാവരകളെ കൊല്ലാനുള്ള ശേഷിയുണ്ട്. ഇവിടെ ഇലച്ചാറ്, നമ്മൾ അരച്ചെടുത്ത ഇലച്ചാറ് 100% വെള്ളം ചേർക്കാതെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ എല്ലാ നിമാവരകളും ചത്തുപോകുന്നതാണ് പറയപ്പെടുന്നത്. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത സംഭവം കൂടിയാണ്. അപ്പം ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ്. ഈ ഇലയുടെ സ്മെല്ല് കാരണം ഭയങ്കരമായിട്ട് അരോമാറ്റിക് സ്മെല്ലാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് യാതൊരു കീടങ്ങളും ഇതിനെ ആക്രമിക്കില്ല. ഇലയിൽ അടങ്ങിയിരിക്കുന്ന ചില കെമിക്കൽസ് പ്രാണികൾക്കും അതുപോലെ ഇതിനെ ആക്രമിക്കാൻ വെറുക്കൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അപ്പോൾ അവരിത് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തുപോകും. ക്രീപ്പർ വെറൈറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രീപ്പർ വെറൈറ്റിയുടെ ഇലകളും വളരെയധികം സോഫ്റ്റും ചെറുതുമാണ്. ക്രീപ്പർ വെറൈറ്റീസിന്റെ തണ്ടുകൾ പ്രത്യേകിച്ചാൽ ഒരു ഈർക്കളുടെ വണ്ണത്തിൽ അതങ്ങ് പോകും, താഴേക്ക് തൂങ്ങിക്കിടക്കും. ചട്ടിയിൽ നട്ടിട്ട് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ലെന്റാന കമാറയുടെ ക്രീപ്പർ വെറൈറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലക്കീറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ലക്കീറായിട്ട് ഇത് ക്രീപ്പർ വെറൈറ്റി അല്ല, ഇത് ചെറിയ ബുഷി ടൈപ്പാണ്. ബുഷി ടൈപ്പ് ആകുമ്പോൾ നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ചെയ്യുമെന്ന പ്രശ്നം വെച്ചാൽ ഒരു കെട്ടി കൊടുക്കുന്ന പരിപാടി ഉണ്ട്. അത് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ക്രീപ്പറാക്കി മാറ്റാൻ. അപ്പൊ അത് ചെയ്യാവുന്ന പരിപാടി തന്നെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് പൂന്തോട്ടത്തിൽ വളർത്തി കഴിഞ്ഞാലുള്ള മെച്ചം പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ചിത്രശലഭങ്ങളെയും അതുപോലെ ഈ തേനീച്ചകളെയൊക്കെ ആകർഷിക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ലെന്റാന കമാറ. ട്രെയിലിംഗ് വെറൈറ്റിയാണ്. നമുക്ക് ക്രീപ്പറൊക്കെ ആയിട്ട് നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ വളർത്താൻ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ലെന്റാന വെർബനേഷ്യ ഫാമിലിയിലെ 150ഓളം പെരന്യൽസ് ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അതിലൊരു പെരന്യൽ മാത്രമാണ് ലെന്റാന. അപ്പൊ ലെന്റാനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ലെന്റാന നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും പിന്നെ ഈ നഗരമധ്യങ്ങളിലെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഈ വൈൽഡായിട്ട് വളരുന്ന ചെടിയാണ് ലെന്റാന. അപ്പൊ ലെന്റാന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ഈ അരിപ്പൂ എന്നൊക്കെ പറയപ്പെടുന്ന ചെടി തന്നെയാണ്. പക്ഷെ ഇത് ലെന്റാന കമാറ എന്ന് പറയുന്നത് നമ്മള് ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഹൈബ്രിഡ് ഡോർഫാണ്. മറ്റേ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനം ലെന്റാന ഹോറിഡ പറഞ്ഞിട്ട് സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഇത്രയ്ക്കും ഉരുണ്ടിട്ട് വരില്ല. പൂക്കൾ പൂത്തിട്ടുണ്ടെങ്കിൽ ഒരു റിങ് പൂർത്തിയ ശേഷം മാത്രമേ അടുത്ത മൊട്ടിലുള്ള അടുത്ത റിങ് തിരിയുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ആളുകൾക്ക് വല്ലാതെ അത് ഇഷ്ടമല്ല. കൂടാതെ തന്നെ അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അതിന്റെ മുള്ളുകൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. നമ്മൾ തൊലിക്കകത്തേക്ക് ആ മുള്ള് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുള്ള് നമുക്ക് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ലെന്റാന ഹൊറിഡ നമുക്കൊരു ഹൊറിബിൾ സംഭവം തന്നെയാണ്. അപ്പോൾ ഡോർഫ് വെറൈറ്റീസ് മേടിച്ച് നടന്നായിരിക്കും കൂടുതൽ ഉത്തമം. ലെന്റാനയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നഴ്സറി പോയാൽ വാങ്ങാൻ കിട്ടും. പക്ഷെ മേടിക്കുമ്പോൾ പലരും ബുഷിയായിട്ട് അധികം ഹൈറ്റിൽ പോകാത്ത ടൈപ്പ് മേടിക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ എളുപ്പത്തിൽ വളർത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് എളുപ്പത്തിൽ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടി എന്ന് കൂടിയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പൊ നമ്മൾ അധികം ഹൈറ്റ് പോകുന്ന ലെന്റാനസ് മേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മാസം കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു കാടായിട്ട് മാറും. അപ്പം സ്വാഭാവികമായിട്ടും വലിയ കാടായിട്ട് ഫോയിലേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കളും എണ്ണം കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ ലെന്റാനയുടെ ഇങ്ങനത്തെയുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ഡോഫ് വെറൈറ്റീസ് മേടിക്കാം. അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കെയർ ചെയ്യാം, എളുപ്പത്തിൽ നമുക്ക് വെള്ളം കൊടുക്കാനൊക്കെ എളുപ്പം കഴിയും. പിന്നെ അത് ചട്ടിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെന്റാനയുടെ കമ്പുകൾ നമുക്ക് കട്ട് ചെയ്ത ശേഷം നേരെ അങ്ങ് നട്ടാൽ മതി. റൂട്ടിംഗ് പൗഡർ അങ്ങനെ ഒരു സാധനം വേണ്ട ആവശ്യമില്ല. അത് നേരെ മണ്ണ് കുത്തിയിട്ടുണ്ടെങ്കിൽ ഈർപ്പുണ്ടായാൽ മാത്രം മതി. അത് വേര് വന്നിട്ട് മുളച്ച് പുതിയ ചെടിയായിട്ട് മാറും. ചിത്രശലഭങ്ങൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നട്ടു വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് ലെന്റാന. ലെന്റാന നട്ട് കഴിഞ്ഞിട്ട് ചിത്രശലഭങ്ങൾ മാത്രമല്ല വരിക, തേൻകുരുവികൾ ഇതിന്റെ അടുത്ത് വന്നിട്ട് തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തേനീച്ചകൾ, ഇഷ്ടം പോലെ തേനീച്ചകൾ വരും. നമുക്ക് നല്ല രസമാണ് ഇത് കാണാൻ. തേനീച്ചകളും പിന്നെ തേൻകുരുവിയൊക്കെ വന്നിട്ട് ഇതിന്റെ മുകളിലിരുന്നിട്ട് തേൻ കുടിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. എങ്ങനെയുള്ള സ്ഥലത്തേക്ക് നടാൻ നോക്കാം. നമ്മള് ലെന്റാന നടുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പാർഷ്യലായിട്ട് സണ്ണ് കിട്ടണം, ഭാഗികമായിട്ട് സണ്ണ് കിട്ടണം. അതല്ലെങ്കിൽ ഫുൾ സണ്ണ് കിട്ടണം. നമ്മൾ ഫുൾ സണ്ണ് കിട്ടിക്കഴിഞ്ഞാലാണ് ഈ ലെന്റാന ചെടികൾ നന്നായിട്ട് പൂക്കുള്ളൂ. കാരണം തണലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ലെന്റാന പൂവിടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ലെന്റാനയ്ക്ക് തണലിഷ്ടമല്ല. തണലിഷ്ടമല്ല എന്ന് പറയാൻ കാരണം ലെന്റാന പൂക്കളിടില്ല തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. നന്നായിട്ട് ഇലകൾ വന്നിട്ട് നന്നായിട്ട് നല്ല ആരോഗ്യമുള്ള ചെടി പോലെയൊക്കെ തോന്നിക്കും. നല്ല പച്ച കളറിൽ ഇലകളൊക്കെ വരും. പക്ഷേ ലെന്റാനയിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. അത് ഒന്നാമത്തെ കാര്യം സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ മണ്ണ് എങ്ങനത്തെ മണ്ണ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് അസിഡിക് ഉള്ള ഒരു മണ്ണാണ് ലെന്റാനയ്ക്ക് ഇഷ്ടം. അങ്ങനത്തെ മണ്ണിലാണ് ലെന്റാന നന്നായിട്ട് പൂടുക.
ഒരു സ്ലൈറ്റ്ലി അസിഡിക് ആണെങ്കിൽ തീർച്ചയായിട്ടും ലെന്റാനയ്ക്ക് ആ മണ്ണ് ഇഷ്ടമാണ്. ആൽക്കലൈൻ കൂടിയ ഒരു മണ്ണാണെന്നുണ്ടെങ്കിൽ, കുമ്മായൊക്കെ ഇട്ട് പരുവപ്പെടുത്തിയ മണ്ണാണെങ്കിൽ ലെന്റാന പൂടുന്നത് കുറയ്ക്കും. അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലെന്റാനയ്ക്ക് നമ്മൾ ഓവർ കെയറിങ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ലെന്റാന എല്ലാ ചെടികളെ പോലെ തന്നെ ലെന്റാന നന്നായിട്ട് പൂടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ 15 ദിവസം കൂടുമ്പോഴൊക്കെ വളം ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഓവറായിട്ട് നമ്മൾ വളം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെന്റാനയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെന്റാന പൂടുന്നത് കുറയ്ക്കും. ലെന്റാന പൂടുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ലെന്റാനയുടെ മറ്റ് ശിഖരങ്ങളും പിന്നെ ഇലകളൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങും. അത് ലെന്റാന എന്നല്ല, ഒട്ടുമിക്ക ചെടികൾ നൈട്രജൻ കൂടിയ വളങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെടികൾ സാധാരണയായിട്ട് ഇലകളൊക്കെ നന്നായിട്ട് വലുതാക്കിയിട്ട് പൂവിടുന്നാണ്ട് കുറയ്ക്കും. അതുപോലെ തന്നെ ലെന്റാനയും ചെയ്യും. ലെന്റാന പൂവിടുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇലകളും തണ്ടുകളും ശിഖരങ്ങളൊക്കെ നന്നായിട്ടാണ് വളർത്താൻ തുടങ്ങും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് പൂക്കൾ കിട്ടില്ല. വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള മണ്ണായിരിക്കണം. നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് കെയർ കൊടുക്കേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.